നമ്മളൊരു അസുഖം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. എന്നാൽ ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം വീടിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുക. അത് ചെയ്യുമ്പോൾ മാത്രം പല ടെസ്റ്റുകളും ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ടെസ്റ്റായുള്ള സോയിൽ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. പല സ്ഥലങ്ങളിലും പല ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷമാണ് ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. നിങ്ങളൊരു 25-30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു 25,000 തൊട്ട് ഒരു 30,000 വരെയാണ് ഒരു സോയിൽ ടെസ്റ്റിനുള്ള എക്സ്പെൻസ് വരിക. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ഉണ്ടാക്കുന്ന വീട് പൂർണ്ണ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി പിന്നീട് ഭാവിയിൽ അതിലൊരു ഇഷ്യൂസ് ഉണ്ടായിട്ട് ഉള്ള കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാനൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രിക്കോഷൻസ് എടുക്കാൻ ഇത് ഒരുപാട് പറ്റും. ഇപ്പോൾ സോയിൽ ടെസ്റ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ചതുപ്പ് നിലത്തിൽ അല്ലെങ്കിൽ ഈ പാടത്തിനോടൊക്കെ ചേർന്നുള്ള സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ സോയിൽ ടെസ്റ്റ് എന്തായാലും നിർബന്ധം ചെയ്യും. നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും 2 അടി താഴ്ചയിലാണ് കരിങ്കല്ലിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യുക. പക്ഷേ ചില കേസിൽ 1 അടിയും കൂടിയും താഴൊക്കെ ആവും ചിലപ്പോൾ ഹാർഡായിട്ടുള്ള സോയിൽ കെടുക്കുന്നുണ്ടാവാം. അപ്പോൾ അവിടേക്ക് ആ ഒരു ഫൗണ്ടേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള 1 അടിയും കൂടിയും കൂട്ടിയെടുക്കാനുള്ള ചിലവ് വളരെ നിസ്സാരമാണ്. പക്ഷെ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു നോർമലായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും ലാഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കൊരു ജീവിതകാല സമ്പാദ്യമാണ് നഷ്ടമാവണമെന്ന് ആരും ചിന്തിക്കണില്ല.